ഓം അഗതീശ്വരായ നമ. ഞാൻ വിനയൻ ഗുരുക്കൾ. എല്ലാവർക്കും വണക്കം. ഒരു ജാതകത്തിലെ ശുക്രനാണ് ലഗ്നത്തിൽ നിൽക്കണമെങ്കിലേ അയാൾക്ക് ജീവിതം വളരെ ആസ്വദിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അപ്പൊ അവരുടെ ലക്ഷ്യം തന്നെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതായിരിക്കും. ശുക്രന്റെ കാരകത്ത് കൊടുത്താലും നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ? ഭൃഗസുഖി കാന്ത വപുസുലോചന കഭാനിലാത്മ അസിത വക്ത്ര മൂർധജ എന്ന് പറയുന്ന പ്രമാണം പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പൊ സുഖിയായിരിക്കും, ഭൃഗുസുഖി. ഈ പ്രമാണം പഠിക്കുമ്പോൾ അത് നമ്മള് ഒരു ജാതകത്തിൽ അപ്ലൈ ചെയ്യാനും പഠിക്കണം കേട്ടോ. അത് ദശ, ബുദ്ധി, അന്തരം, പ്രാണൻ ഇതൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് ഗോചരാൽ അത് അപ്ലൈ ചെയ്യണം. അതൊക്കെ മനസ്സിലാക്കണം. ഇതിനെ പറ്റിയൊക്കെ ഒത്തിരി വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. മുന്നേ ഉള്ള വീഡിയോ ഒക്കെ പോയി കാണുക. അപ്പൊ എന്താ പറഞ്ഞത്? ഭൃഗുസുഖി, സുഖിമാൻ, സുഖിച്ച് ജീവിക്കണം, അതായത് ആസ്വദിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. എവിടെ നിന്നാലും ഭൃഗു എവിടെ നിന്നാലും എപ്പോഴും അലങ്കാരമായിട്ട് ശരീരത്തെ വെക്കാൻ ആഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടോ, ഇനി അതല്ലെങ്കിലോ വളരെ കെയർഫുൾ ആയിട്ട് മുടിയൊക്കെ നല്ലോണം ചീവി, പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല അലങ്കാരമായിട്ടൊക്കെ നടക്കാനായിട്ട് ഇഷ്ടപ്പെടും. കാന്തവപു, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോഡി സൂക്ഷിക്കാൻ അവര് ആഗ്രഹിക്കും. അട്രാക്റ്റീവായിട്ട് നടക്കാൻ ആഗ്രഹിക്കും. കണ്ണുകൾ നല്ല വിടർന്ന കണ്ണായിരിക്കും. ഈ വളരെ കാന്തക്കണ്ണഴകി എന്നൊക്കെ പറയില്ലേ? ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെക്സിനെ, ഓപ്പോസിറ്റ് സെക്സിനെ, ആണാണെങ്കിൽ പെണ്ണിനെയും പെണ്ണാണെങ്കിൽ ആണിനെയും അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല വിടർന്ന മിഴികള്. കണ്ണ് ചെറുതായിരിക്കും എന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു അട്രാക്ഷൻ, അതാണ് കാന്തവപു. കാന്തമായ വപുസുലോചന, നല്ല ലോചനങ്ങൾ കൂടിയ. പിന്നെ കഭാനിലാത്മ അസിതവക്രമൂർധജ. അപ്പൊ ഈ പ്രമാണം പഠിച്ചു വെക്കുക. പ്രമാണം പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, അസ്ട്രോളജേഴ്സ് ആണെങ്കിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൃത്യസമയത്ത് അത് ഓർമ്മ വരെയും കൂടി വേണം. അപ്പോ ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവർക്ക് അത്യാവശ്യം അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഒരു അട്രാക്റ്റീവായിട്ട് ശരീരം സൂക്ഷിക്കണം. സുഖ സൗഖ്യത്തോടു കൂടി ജീവിക്കണം. പിന്നെ കൂടുതൽ ആണുങ്ങൾക്കാണെങ്കിൽ പെണ്ണുങ്ങളോട് താല്പര്യം കൂടും, പെണ്ണുങ്ങൾക്കാണെങ്കിൽ ആണുങ്ങളോടൊക്കെ താല്പര്യം കൂടും. ഇത് ഏത് ലഗ്നത്തിൽ വരുന്നാലും ഈ കോമൺ ഫലം ഉണ്ടാവും കേട്ടോ. അവർക്ക് ജീവിതത്തോട് കൂടുതൽ അഭിനിവേശം ഉണ്ടാകും. എങ്കിലും വളരെ ഷാർപ്പായിട്ട് ഫലം പറയണമെങ്കിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശുക്രൻ നിൽക്കുന്ന രാശി സ്ഥാനബലം എന്ന് പറയും. ആ ഷഡ്ബലങ്ങളും നോക്കണം. ദിഗ്ബലം ഉണ്ടോ, സ്ഥാനബലം ഉണ്ടോ, ആസ്പെക്ട്സ് ഗ്രഹങ്ങളുടെ വീക്ഷണത്തില് അത് എത്രത്തോളം ബലമുണ്ട്, വല്ല പരിവർത്തനം വല്ലതൊക്കെ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ ഈ അയനബലം അതൊക്കെ അങ്ങനെ നോക്കൂലേ. അങ്ങനെ ഗ്രഹത്തിന്റെ എലിമെന്റ്സ് കൃത്യമായിട്ട് ഒരു 32ഓളം കാര്യങ്ങൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. തൊട്ടു മുന്നത്തല്ല, മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഗ്രഹത്തെ നോക്കുമ്പോൾ ആ ഗ്രഹത്തിന്റെ പ്രോപ്പർട്ടീസ് 32 പ്രോപ്പർട്ടീസ് ആക്ട് ചെയ്യുന്നുണ്ടോ, അതെല്ലാം ഷാർപ്പായിട്ട് നോക്കിയാൽ ഇത് ഏത് തരത്തിലുള്ള എന്ത് ഫലമാണ് നൽകുന്നത്, ഏത് പ്രവൃത്തിയെ നൽകും എന്ന് അറിയാൻ പറ്റുള്ളൂ. എന്ത് കാരകത്വത്തെ നൽകുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞെങ്കിൽ അത് എന്ത് ആക്ഷനെ കൊണ്ടുപോയി എത്തിക്കും. ലൈഫ് ഈസ് ദ ടോട്ടാലിറ്റി ഓഫ് ഓൾ ആക്ഷൻസ് യു ആർ ഡൺ. അപ്പോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആണ് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സ വാച കർമ്മ. അപ്പൊ അങ്ങനെ നോക്കണം. പിന്നെ രാശിയുടെ പ്രോപ്പർട്ടീസ് 28 രാശിയുടെ പ്രോപ്പർട്ടീസും കൂടി മിക്സ് ചെയ്തിട്ട്, ഭാവത്തിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഭലം പറയണം. അപ്പൊ ചിലര് കമന്റിലൊക്കെ ചോദിച്ചായിരുന്നു, ഇതിങ്ങനെ ഒരു ഗ്രഹം ഇന്ന സ്ഥലത്ത് നിന്നാൽ എന്താവും, ഇന്ന സ്ഥലത്ത് നിൽക്കുന്നത് ഏത് രാശിയിൽ എന്ന് ചിന്തിച്ചിട്ട് ആ രാശിയിൽ 28 പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും വരുന്നുണ്ടോ? ഈ ഗ്രഹത്തിന്റെ, ഒരു ഗ്രഹം വെറുതെ നിൽക്കല്ല ചെയ്യുന്നത്, അവൻ പലതരത്തിലുള്ള ബലത്തെയും പലതരത്തിലുള്ള ആധിപത്യത്തെയും കൊണ്ടാണ് നിൽക്കുന്നത്. ആ ആധിപത്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിയിട്ടൊക്കെയാണ് ഫലം വരുന്നത്. പിന്നെ നിൽക്കുന്നത് ഇത്തരം ഭാവത്തിലാണെന്ന് വെച്ചിട്ട് പ്ലെയിൻ ആയിട്ടൊരു ഫലമല്ല വന്നത്. അവിടെ പറയാനാണ് അസ്ട്രോളജിസ്റ്റ് കുറച്ച് കഷ്ടപ്പെടുന്നത് തന്നെ. കാര്യം ഇപ്പോ ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചിട്ട്
ശുഭനാണോ പാപനാണോ നിൽക്കുന്നതെന്ന് വെച്ചിട്ട് വെറും മിയർലി ജസ്റ്റ് ടെല്ലിങ്. ഒരു ശനി നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പാപൻ ബലം തരുന്നു, ശുക്രൻ നിൽക്കുന്നു എന്ന് വെച്ചിട്ട് ആ ലഗ്നം കൊള്ളാം എന്നുള്ള തരത്തിലേക്കല്ല ഫലം എടുക്കേണ്ടതും കൂടി ഓർമ്മിപ്പിച്ചിട്ട് ഇന്നത്തെ ഈ ക്ലാസ് എടുത്തുകയാണ്. നമുക്ക് അടുത്ത കുറച്ചും കൂടി ഡീപ്പ് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിലാണ് നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം കുറച്ചും കൂടി ലക്ഷ്യബോധത്തോടു കൂടി ആ ശുക്രന്റെ ഫീൽഡിനെയൊക്കെ തേടി പോവുകയാണെങ്കിൽ സക്സസ് ആവുന്ന കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ്. നിങ്ങൾക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗസ്ത്യേശ്വരായ നമഃ.